ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഐനോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗത്തിൽ ചെന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്താൽ എന്തായിരിക്കും അവിടെയുള്ളവർക്ക് പറയാനുണ്ടാവുക? ചുറ്റുമുള്ള സ്ഥലത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഇല്ലെന്നിരിക്കില്ലോ. തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സന്തുഷ്ടരായി എത്ര പേര് കാണും? നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞാൻ പറയുകയാണ് കേട്ടോ. സുപരിചിതമായ അയലത്തെ അദ്ദേഹം എന്ന സിനിമ പോലെ. കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവനോട് തന്നെ ചോദിക്കണം, അല്ലേ? ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ഡെഡ് ലൈൻ നിശ്ചയിക്കപ്പെട്ടവനോട് തന്നെ ചോദിക്കണം. സമയത്തിൻ്റെ വിലയറിയണമെങ്കിൽ നിമിഷാർത്ഥങ്ങളുടെ വ്യത്യാസത്തിന് മത്സരത്തിൽ പരാജയപ്പെട്ട കായിക താരത്തോട് തന്നെ ചോദിക്കണം എന്ന് പറയാറുള്ള പോലെ പ്രണയവും ബന്ധവും അതുപോലെ തന്നെയാണ്. ഉള്ളവന് അത്രയൊന്നും തന്നെ വിലമതിക്കാൻ മറന്നുപോകുന്ന ബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ബന്ധനങ്ങളായി തോന്നപ്പെടാൻ അധിക സമയം ഒന്നും വേണ്ടി വരില്ലെന്നാനും. കണ്ണാടി ഒരിക്കലും നമ്മളെ നോക്കി ചിരിക്കാറില്ല, നമ്മൾ സ്വയം ചിരിച്ചാലല്ലാതെ. അതുപോലെ തന്നെ മേക്ക് എ എക്സ്ട്രാ എഫേർട്ട് ടു മേക്ക് യുവർ റിലേഷൻഷിപ്പ് സോ സ്പെഷ്യൽ. സ്പെഷ്യൽ സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങുമ്പോൾ മാത്രമല്ല അത് സന്തോഷം കിട്ടുന്നത്, അല്ലേ? എന്താണെന്ന് കണ്ടുപിടിച്ച് വാങ്ങി പൊതിഞ്ഞ് ആരും കാണാത്തിടത്ത് സൂക്ഷിച്ച് വെച്ച് സർപ്രൈസ് ചെയ്യുമ്പോൾ കൂടിയാണ്. മമ്മിക്കുള്ള സമ്മാനം പൊതിഞ്ഞ് മമ്മി കാണാതെ മച്ചിലൊളിപ്പിക്കാൻ ശ്രമിക്കുന്ന പപ്പയെ ഞാൻ ഓർത്തു പോകുന്നു. പക്ഷേ പപ്പയ്ക്ക് വേണ്ടി മമ്മി എങ്ങനെ ഒരു സാഹസം കാണിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. പണ്ട് 3 പെൺകുട്ടികൾ വലിയ ബാധ്യതയാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ട് ഒരിക്കൽ ഞാൻ മമ്മിയോട് ചോദിച്ചിട്ടുണ്ട്, പപ്പ എന്നെ നമ്മളെ ഇട്ടിട്ട് പോകുമോ മമ്മി? വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടില്ലേ? പക്ഷേ ഒരു ചെറു പുഞ്ചിരിയോടെ തെല്ലൊന്നും ശങ്കിക്കാതെ മമ്മി അതിന് മറുപടി പറഞ്ഞു, പപ്പ നമ്മുടെ സ്വന്തമല്ലേ, നമ്മൾ പപ്പയുടെയും. ചില പുഞ്ചിരികൾ അത് അനിവാര്യമാണ് ബന്ധങ്ങളുടെ ആഴം കൂട്ടാൻ. ചില വിട്ടുകൊടുക്കലുകൾ അഭികാമ്യവും. കാരണം നമ്മളെ കൂടെയുള്ളവരുടെ ലാസ്റ്റ് ഓപ്ഷൻ അല്ല നമ്മൾ. ബട്ട് സ്റ്റിൽ if they decided to stay with us, willing to share their everything with us, it need to be appreciated with a special effort. Let's value our Valentine and express it in a very special way in this Valentine's Day. എല്ലാവർക്കും ശുഭദിനം. നന്ദി.